കുപ്പിവിളകൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഈ കുപ്പിവിളകളൊക്കെ ഒന്ന് നോക്കിയേ. ഇതെല്ലാം എൻ്റെ കുപ്പിവിള കളക്ഷൻസ് ആണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചേച്ചി എവിടെ നിന്നാണ് ഏറ്റവും നല്ല സെലക്ഷനും വില കുറവിലും കുപ്പിവിളകൾ കിട്ടുന്നതെന്ന്. കുറച്ച് ദിവസം കൊണ്ട് ഞാനും കുപ്പിവിള അഡിക്ഷനായി. ഈ കാണുന്ന കുപ്പിവിളകളെല്ലാം ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും മേടിച്ചതാണ്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതാണേ, പൂജപ്പുരം മണ്ഡപത്തിന്റെ എതിർവശത്തായിട്ട് ഒരു വളക്കടയുണ്ട്, അവിടെ പോയി ഒന്ന് നോക്കാൻ. അങ്ങനെ ഞാൻ നേരെ ഇന്ന് പൂജപ്പുരം മണ്ഡപത്തിന്റെ അടുത്തുള്ള കടയിൽ പോയി. സത്യം പറയാലോ, കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇവിടെ ഇത്രത്തോളം സെലക്ഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്തിനാ പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ മേടിക്കുന്നത്? ഇനി ഏത് കുപ്പിവിള വാങ്ങണമെങ്കിലും നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇവിടെയുണ്ട്, അത് ഏത് അളവിനായാലും. ആദ്യമായിട്ടുള്ള കുപ്പിവിള കട തുടങ്ങിയത് ഇവിടെ ആയിരിക്കും കേട്ടോ. സജീന ചേച്ചിയുടെ കടയാണ് കേട്ടോ ഇത്. എത്ര വർഷമായി തുടങ്ങി? 4 വർഷമായി ഈ കട തുടങ്ങിയിട്ട്. സത്യത്തിൽ ആദ്യമായിട്ട് കുപ്പിവിള തുടങ്ങിയത് ഇവരാണ്. പക്ഷെ ട്രെൻഡായി മാറിയത് ഇപ്പോഴാണ്. ഇവർ തുടങ്ങിയതിനു ശേഷമാണ് ഒരുപാട് കുപ്പിവിള കടകൾ നമ്മൾ കാണുന്നത്. ആദ്യം ഞാൻ കരുതി ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കുപ്പിവിളകൾ മാത്രമായിരിക്കും ഇവിടെ ഉള്ളതെന്ന്. നോക്കിയപ്പോൾ ഒരു ചാക്കിലെടുത്ത് തട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, എടുത്തിടാൻ സ്ഥലമില്ലാതെ പലതും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡായ റെയിൻ ഡ്രോപ്സ് വളകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ കത്തി റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ബജറ്റിന് വാങ്ങാൻ പറ്റുന്ന വളകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ബാങ്കിളാണ് കേട്ടോ ഇത്, മാറ്റ് ഫിനിഷിൻ്റെത്. ഇതിൻ്റെ തന്നെ പല കളേഴ്സിലുള്ള ബാങ്കിൾസ് അവൈലബിൾ ആണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഡസനായിട്ടല്ലെങ്കിലും ഓരോ വള വെച്ചും നമുക്ക് ഇതിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഒരു ഡസനായിട്ട് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് ഏത് വളയാണോ ഇഷ്ടം അത് നമുക്ക് മിക്സ് ചെയ്ത് ഇവിടെ നിന്ന് എടുക്കാം. രാവിലെ ഒരു 10 മണിയോടുകൂടി കട ഓപ്പൺ ആവും കേട്ടോ. കട ഓപ്പൺ ആവുന്നത് നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഇതിനോടകം തന്നെ ഒത്തിരി പേരാണ് ഇവിടെ വള വാങ്ങാൻ വന്നത്. ഇവിടെ വരുന്നവരെല്ലാം പറയുന്നത് എന്താണെന്നറിയോ? ഇതിലേത് നോക്കി എടുക്കുമെന്ന്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ എന്നാണ് അവിടെ വന്ന പല ചേച്ചിമാരും പറഞ്ഞത്. ചില സമയത്ത് ഈ ഗ്രീൻ ഒന്നും നോക്കി നടന്നാൽ കിട്ടില്ല. പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമറോടുത്ത് ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. എല്ലാ വളകളും എടുത്ത് ഓപ്പൺ ചെയ്ത് വെക്കരുത് കേട്ടോ. അവർക്ക് തിരിച്ച് പാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ അളവിനുള്ള ഒരു ബാങ്കിൾ എടുത്തിട്ട് ഓരോ വളയിലും വെച്ച് നോക്കിയാൽ അറിയാലോ. ഇവിടെ വരുന്നവരെല്ലാം ഇങ്ങനെ എടുത്തിട്ടിട്ട് പോവുകയാണ്. തിരിച്ച് വെക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ആഗ്രഹിച്ചു വരുന്ന ഏത് വളയായാലും അതിവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ പൂജപ്പുരയിൽ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ നവരാത്രി മഹോത്സവമൊക്കെ കാണാൻ വരുന്നവരെ ഈ കടയും കൂടെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഈ ചേച്ചി ഇതുപോലെ വളകൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെയും നമുക്ക് എടുക്കാം ഇവിടെ നിന്ന്. ഇനി നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഇവരുടെ ഫോൺ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വള ആവശ്യമുള്ളവർ ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ.